യാക്കോബിന് ആ ലേയോടൊരു നീതി പുലർത്താൻ സാധിക്കുന്നില്ല. തനിക്ക് ഇഷ്ടമുള്ളത് റാഹേലിനാണ്. എന്നാൽ റാഹേലിനും തലമുറയില്ല, ലേയയ്ക്കും തലമുറയില്ല. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. നാലാമത്തെ തലമുറ വന്നപ്പോൾ അതുവരെ പറഞ്ഞതെല്ലാം മാറ്റിയിട്ട് ആ തലമുറയെ നോക്കി പറയുകയാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും. അതാണ് ഏറ്റവും വലിയ പ്രസ്താവന. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. എത്ര പേർക്ക് ഇത് പറയാൻ സാധിക്കും? അതാണ് യഹൂദ എന്ന പേരിന്റെ അർത്ഥം, സ്തുതി. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ഒരു തലമുറ. ആ മാതാ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും, എൻ്റെ വിഷമങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും, എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവൾ ദൈവത്തെ മഹത്വം. എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും? എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയാലും ഇല്ലെങ്കിലും, എന്റെ വിഷയങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും, പർവ്വത സമാനമായ നിന്റെ ജീവിതത്തിന് പല പ്രശ്നങ്ങളും ഉള്ളപ്പോൾ, നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ മക്കൾ നിന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ ഭാര്യ നിന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും, നിന്റെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറിയാലും മാറാതിരുന്നാലും, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ. ആ ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ ആ ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ, ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ജീവനുള്ള വ്യക്തിയായി ആരാധിപ്പാൻ കരങ്ങളെ ചേർത്തെടുത്ത് ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രങ്ങളും സ്തുതികളും നിന്റെ വായിൽ നിന്ന് പുറത്തു വരുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ഇന്ന് പകല് നിന്നെ ഒരു അസാധാരണമായ തലമുറയാക്കി, നിന്റെ സന്തതിയെ നിന്നെ ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റാൻ പോവുക.